ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ ഈ ആഴ്ചത്തെ ജയിൽ നോമിനേഷൻ അവസാനിച്ചിരിക്കുകയാണ്. 9 വോട്ടുകളായിട്ട് വന്നിട്ടുള്ളത് അനുമോളാണ്. സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. കിച്ചണിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കി അതിലൊരു സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ എന്നുള്ള രീതിയിൽ പറയുന്നു. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ദേവനായിട്ടുള്ള ഒരു ഇഷ്യൂ ആണെങ്കിലും, ആ ഒരു കടിച്ചു പറിച്ച് മാന്തിയിട്ടുള്ള ഇഷ്യൂ ആണെങ്കിലും, അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഓരോരോ കോണ്ടന്റ് കൊടുക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ അനുമോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ അനുമോൾക്കായിട്ടുള്ള ഒരു പ്രത്യേകിച്ച് ഗെയിമോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള രീതിയിലാണ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 9 വോട്ടുകളാണ് അനുമോൾക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നീട് 4 വോട്ടുകളായിട്ട് വന്നിട്ടുള്ളത് അനീഷാണ്. അനീഷ് അങ്ങനെ വീണ്ടും അനീഷിന് തന്നെയാണ് ജയിലിൽ എന്നുള്ള രീതിയിലാക്കിയിരിക്കുകയാണ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ്. അനീഷിനെ ജയിലിലാക്കില്ല എന്നുള്ള രീതിയിലുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവസാനം അനീഷ് തന്നെ ഒരു ചുക്കാനിട്ട് കൊടുത്തെന്നുള്ള രീതിയിൽ ലൈവിൽ രാവിലെ നടന്നിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് അനീഷ് ലൈവിൽ രാവിലെ തന്നെ ആ ഒരു ബാത്റൂമിൽ കുറച്ചധികം തന്നെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എങ്കിൽ അവിടെ അനാവശ്യമായിട്ട് ഇവിടെ ആര്യൻ എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിച്ചൊരു പ്രശ്നം ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, പൊതുവെ അനീഷിൻ്റെ ഗെയിം ആണെങ്കിലും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ വളച്ചൊഴിച്ച് സംസാരിക്കുക, ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ എടുത്തിട്ട് വീണ്ടും അനീഷ് അങ്ങനെ ജയിലിലേക്ക് വന്നിരിക്കുകയാണ് 4 വോട്ടുകളായിട്ട്. സോ ഇങ്ങനെയാണ് ജയിലിലോട്ട് ഇപ്പം നോമിനേഷൻ വന്നിട്ടുള്ളത്. അറിയിപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ബിഗ് ബോസ് വീണ്ടും പിന്നീട് തരുന്നതാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും ഈ ഒരു നോമിനേഷൻ ഫെയർ ആണോ? ലൈവ് കണ്ടവരാണെങ്കിൽ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക.